ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലെ 4 പോയിന്റ് ഷെറട്ടൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. നമുക്ക് ഇവിടുത്തെ ജിമ്മിൽ പോവാം. ഇതാണ് ഇപ്പം ഇവിടുത്തെ ഒരു വൈകിട്ടത്തെ വ്യൂ ആണ്. നമ്മളിപ്പം 16th ഫ്ലോറിലുള്ള മേളത്തൊക്കെ ഫ്ലോർ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാനൊക്കെ. കുറേ ദിവസം കഴിഞ്ഞ ജിമ്മിൽ പോകുന്നത് ഞാൻ തന്നെ പറയും, കുറേ ഷോ ആക്കി കൺസിസ്റ്റൻസി വേണം എന്ന്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ല ഗൈസ്. പക്ഷെ അത് ഞാൻ ഉണ്ടാക്കും, കൺസിസ്റ്റൻസി ഉണ്ടാക്കും. നമ്മളുണ്ടല്ലോ, ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് വർക്കൗട്ടും ജിമ്മും ഹെൽത്തും നമ്മുടെ ബോഡി ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇതെൻ്റെ ഡയലോഗല്ല, ഇതെൻ്റെ ഹസ്ബൻഡ് ഡയലോഗാണ്. അവൻ എപ്പോഴും പറയും, നീ ആദ്യം ബാക്കി എല്ലാത്തിനും പ്രയോറിറ്റി കൊടുക്കും, എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പം വർക്കൗട്ടും ജിമ്മും ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യം നമ്മുടെ ഹെൽത്ത് ആയിരിക്കണം എന്ന് അവൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടുത്തെ ജാക്യൂസിയ, സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അപ്പുറത്ത്, ജിം ഇവിടെയാണ്. ഈ ഹോട്ടലിലാണെങ്കിൽ ജെൻസിന് വേറെ ജിമ്മും ലേഡീസിന് വേറെ ജിമ്മും. ഇവിടെ എവിടെയോ ഒരു സ്റ്റീം ബാത്ത് ഉണ്ടായിരുന്നേ. ഇതാണ് സോന ആൻഡ് സ്റ്റീം. സോണിയ ഇതാണ് ലേഡീസ് ജിം. എവിടെയൊക്കെ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഡയറ്റ് ഒന്ന് ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റും റൈസുമാണ്. ഓക്കെ, ജിമ്മ് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് റൈഡറിലെ പാട്ട് വെക്കാം. എങ്ങനെ വയ്ക്കും? അമ്മ റൈഡർ ആ പാട്ടിൽ തുടങ്ങാം. I'm a rider, provider, bring the heat, girl, I will bring the fire, and my name keeps going worldwide, so my job is. കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ ചെയ്താണല്ലോ നമുക്ക് തീരെ വയ്യാതാവൂട്ടാ. എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ നോക്കണം, ഇനിയും നോക്കണം ഗൈസ്. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എപ്പോഴും പറയണ പോലല്ല. ആദ്യമൊക്കെ നമ്മൾ കട്ട ഡയറ്റ് കുറേ ദിവസം ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റൂല കേട്ടോ. അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു സാധനമായിരുന്നു. എന്താണ്, കുറേ ദിവസത്തേക്ക് ഡയറ്റ് ചെയ്യാൻ വിചാരിക്കുമ്പം ഞാൻ എന്തൊക്കെയോ ചെയ്ത് അത് ബ്രേക്ക് ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, മൈൻഡിലൊരു നമ്പർ കൊടുത്തു, 10 days ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ 10 days ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഷുഗർ ഒട്ടും കഴിക്കൂല, നോ ഷുഗർ, പിന്നെ നോ ഡീപ്പ് ഫ്രൈ, നോ ഔട്ട്സൈഡ് ഫുഡ്. ഒരുപാട് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി വരും. അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സാധനമാണ് ഇത്. ചാലഞ്ചായിട്ട് നോ ഷുഗർ, നോ ഡീപ്പ് ഫ്രൈ, അതുപോലെ നോ ഔട്ട്സൈഡ് ഫുഡ്, അതൊക്കെ കറക്റ്റ് കട്ടൊക്കെ തിന്നു. അതുപോലെ രാവിലെ തന്നെ ഞാൻ എഗ് വൈറ്റ്സ് കുറേ കഴിക്കും, അല്ലെ പിന്നെ കുറച്ച് ഉപ്മാ, പോഹ, അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കും. ഉച്ചയാകുമ്പോൾ ഞാൻ കുറച്ച് റൈസ് കഴിക്കുമായിരുന്നു. കണ്ടിന്യൂസ്ലി പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല. അപ്പം ഞാൻ കുറച്ച് റൈസ് കഴിക്കും, ചിക്കൻ കഴിക്കും. അങ്ങനെ വൈകിട്ട് വീണ്ടും എന്തെങ്കിലും ഒരു സ്നാക്കായിട്ട് ലൈക്ക് ഉപ്മാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. രാത്രി മില്ലറ്റോ ഓട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് നിർത്തും. ചിക്കൻ കുറേ കഴിക്കാൻ നോക്കുന്നുണ്ട്,
അങ്ങനെ. അപ്പോൾ ഈ 10 days ഞാൻ അങ്ങനെ മാത്രം ചെയ്ത് ഡയറ്റ് ചെയ്യും. അപ്പോൾ ഒരു ചാലഞ്ച് പോലെ അപ്പോൾ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലതായിരുന്നു. ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ 10 days കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും 10 days, വീണ്ടും 10 days. അങ്ങനെയാണ് ഞാൻ മൈൻഡിനെ സെറ്റാക്കി ചെയ്യാനുള്ള പ്ലാൻ. പിന്നെ വെള്ളം കുറേ കുടിക്കണം. പറ്റും, നമ്മളെ കൊണ്ട് പറ്റുക. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ ജിമ്മ് കഴിഞ്ഞു ഗൈസ്. ഞാൻ ചെയ്തെന്താണെന്നറിയോ? ചെസ്റ്റും ട്രൈസെപ്സും ചെയ്യും. ഞാൻ നോർമലി അങ്ങനെ ചെയ്യണേ. ചെസ്റ്റും ട്രൈസെപ്സും ചെയ്യും. നെക്സ്റ്റ് ഡേ ബാക്കും ബൈസെപ്സും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ചെയ്യും. പിന്നെ ലെഗ് ചെയ്യും. പിന്നെ റെസ്റ്റ് എടുക്കും. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ചെയ്തത്. ഇത് നമ്മൾ ലേവറിന് വന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു ക്യാബിൻ ക്രൂ ആണ്. ഒരു എയർലൈൻ്റെ ക്യാബിൻ ക്രൂ ആണ്. അപ്പോൾ നമുക്കിവിടെ ലേവർ ഉണ്ട് ഷാർജയിൽ. അപ്പം ഞാൻ ഇവിടുത്തെ ജിമ്മിൽ പോയതാണ് ഇന്ന്. കണ്ണൂരിൽ ഞാൻ പോകുന്ന ജിമ്മിൻ്റെ പേര് കാർഡിയോ ഫിറ്റ്നസ്സാണ്. അപ്പോൾ അവിടുത്തെ കോച്ച് കാണുകയാണെങ്കിൽ പറയും എപ്പോഴാണ് ഞാൻ വരണേന്ന്. ഒരു ദിവസം പോവും, 2 ദിവസം പോവും, പിന്നെ പോവാറേ ഇല്ല. അപ്പോൾ അതൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പോകണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഭയങ്കര കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്കൊരു 44 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ റിസൾട്ടൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും മതി. ഒരു 30 days ഒക്കെ കഴിഞ്ഞിട്ട്, 30 days എന്തെങ്കിലും ആവുമെന്ന് അറിയത്തില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും മതി. പക്ഷെ അപ്പോൾ നിങ്ങൾ എങ്ങനെ അറിയും ഞാൻ മാറിയോ, ഇവളെന്തൊക്കെയായിരുന്നു ഷോ, ഇവള് മാറിയോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയും? അപ്പോൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും. നോട്ടിഫിക്കേഷൻ ബെല്ലും ഒക്കെ അമർത്തി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റും. ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യും ഗൈസ്. കൺസിസ്റ്റൻസി അതാണ് മെയിൻ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആവാൻ ഞാൻ ട്രൈ ചെയ്യും. തിരിച്ച് റൂമിൽ പോകണം. രാത്രി ഞങ്ങൾക്ക് തിരിച്ച് ഫ്ലൈറ്റ് ഉള്ളതാണ്. കുറച്ച് നേരം ഉറങ്ങണം. അതിന് മുന്നേ ഡേ ടു ഡേയിൽ പോകണം. കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്സ് വലിയതായിട്ടൊന്നുമില്ല, കുറച്ച് ഡേറ്റ്സും അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഗൈസ് ആണെങ്കിൽ ഇതെൻ്റെ ലോങ് വീഡിയോയിൽ, ഞാൻ ഷോർട്സൊക്കെ കുറച്ചൊക്കെ വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട്. ലോങ് വീഡിയോയിൽ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. മിന്നിച്ചേക്കണം. കണ്ണൂരിൽ ഞാൻ പോകുന്നത് മട്ടന്നൂരിലെ കാർഡിയോ ഫിറ്റ്നസ് പറഞ്ഞൊരു ജിമ്മാണ്. നല്ല ചേട്ടന്മാരാണ്. അവിടുത്തെ കോച്ചൊക്കെ അടിപൊളിയാണ്. അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ. ഇനി ഞാൻ സ്ഥിരമായിട്ട് പോകും ഗൈസ്. അതുപോലെ ഇത് കാണുന്ന ഏതെങ്കിലും ജിം ചേട്ടന്മാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നിട്ട് പൊങ്കാലിടരുത്. കമന്റ് സെക്ഷനിൽ പഠിപ്പിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളെയും കൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കും. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. അതുപോലെ ഞാൻ ഇടയ്ക്ക് കുറേ മാസങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഞാനും ഒരു ലേണറാണ്, അപ്പോൾ അതുപോലെ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങളെന്നെ സ്ഥിരം ഫോളോ ചെയ്യണം. അപ്പോൾ എൻ്റെ ഓരോ ചേഞ്ചസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും എനിക്കതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഇനി എനിക്ക് ചെയ്യാനും ഒക്കെ തോന്നും. അയ്യോ ഞാനത് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഓരോ മനുഷ്യനും ഓരോ ഇൻസാനും അവരവരുടെ ബോഡിക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. ഓക്കെ ഗൈസ്, ഇതൊക്കെ ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഇത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ ചെയ്താൽ എനിക്ക് കൊള്ളാം. ഓക്കെ. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.